ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കലാപശ്രമമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നിയമം ലംഘിച്ച് കൂട്ടം കൂടിയെന്ന് മാത്രമല്ല, പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നിയമം ലംഘിച്ച് മാർച്ച് ചെയ്യാനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശ്രമിച്ചു. തുടർന്ന് പ്രിയങ്കയും രാഹുലിനെയും അറസ്റ്റ് ചെയ്ത് വെവ്വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, പിന്നീട് വിട്ടയച്ചു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കലാപങ്ങൾ ആസൂത്രിതമാണെന്ന് തന്നെയാണ്. കാരണം രാജ്യത്തിന് ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉടൻ തന്നെ ഉണ്ടാകും. ഒരു മാസം മുൻപ് മുൻ ഡൽഹി മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ വാക്കുകളാണിത്. പാർട്ട പാർട്ടി രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെയാണ് അന്ന് കെജ്രിവാൾ ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ മോദി സർക്കാർ ഉടൻ താഴെയിറങ്ങുമെന്ന് പറഞ്ഞവരിൽ മമതയും രാഹുലുമുണ്ട്. രാജ്യത്ത് ജൻസി കലാപം ലക്ഷ്യമിട്ട് ആരംഭിച്ച കോക്രോച്ച് പാർട്ടിക്ക് ആം ആദ്മിയുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇന്ത്യയിൽ ജൻസി കലാപം ഉണ്ടാക്കുകയും അതുവഴി NDA സർക്കാരിനെ താഴെയിറക്കാനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു കേജ്രിവാളിനെയും രാഹുൽ ഗാന്ധിയും പോലെയുള്ളവർ. അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് 2029 മാത്രമേ ഉള്ളൂവെന്ന് വ്യക്തമായി അറിയാവുന്ന കേജ്രിവാൾ എന്തുകൊണ്ടാണ് രാജ്യത്തുടൻ മറ്റൊരു പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞത്? ഇത്തരം സംശയങ്ങൾ അസ്ഥാനത്തല്ലെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് ഇന്നലെ നടക്കുന്ന കലാപങ്ങൾ. കൂടാതെ ഡൽഹിയിലെ കലാപങ്ങൾ ഇന്ത്യയിലെ US എംബസി മുൻകൂട്ടി അറിഞ്ഞിരുന്നതായി സൂചന. ജൂലൈ 17 ഡൽഹിയിലെ US എംബസി പുറത്തുവിട്ട ജാഗ്രതാ നിർദ്ദേശത്തിൽ ഡൽഹിയിൽ 20-നും 21-നും കലാപം നടന്നേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട്. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഡൽഹിയിലെത്തുന്ന അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശത്തിലാണ് ഡൽഹിയിലെ അമേരിക്കൻ എംബസി ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസം അരങ്ങേറിയ കലാപത്തെക്കുറിച്ച് 3 ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഡൽഹിയിൽ അരങ്ങേറാൻ പോകുന്ന കലാപത്തെക്കുറിച്ച് അമേരിക്ക മുൻകൂട്ടി അറിഞ്ഞു എന്ന് തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ കൂടി അറിവോടെയാണ് ഈ കലാപം നടന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല, ജൂലൈ 21 കർഷകരുടെ ഒരു സമ്മേളനം ഡൽഹിയിൽ കിസാൻ ഘട്ടിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഈ US എംബസി നിർദ്ദേശത്തിൽ പരാമർശമുണ്ട്. ഇപ്പോൾ അരങ്ങേറിയ 2 കലാപങ്ങളിലും US-നും പങ്കുണ്ടോ എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. US അറിയാതെ ഇത്തരം കലാപങ്ങൾ നടക്കില്ലെന്ന കാഴ്ചപ്പാട് ശരിവെക്കുന്നതാണ് US എംബസിയുടെ മുന്നറിയിപ്പ് നിർദ്ദേശം. എങ്ങനെയാണ് 2 കലാപങ്ങളും മുൻകൂട്ടി US എംബസി അറിഞ്ഞത് എന്നത് ആശങ്കയുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ജൂലൈ 20-21 തീയതികളിൽ മധ്യ ഡൽഹിയിൽ വലിയ ജനക്കൂട്ടവും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് 2026 ജൂലൈ 17 ഡൽഹി US എംബസി പുറപ്പെടുവിച്ച മുന്നറിയിപ്പ്. ജന്തർ മന്ദർ, പാർലമെന്റ് ഹൗസ്, കിസാൻ ഘട്ട് എന്നിവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ച് ഈ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകം സൂചിപ്പിക്കുന്നു. ജൂലൈ 20 നടക്കുന്ന കലാപം കോക്രോച്ച് ജനതാ പാർട്ടിയുടേതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കൃത്യമായി വലിയ ജനക്കൂട്ടവും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. CJP അക്രമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ്, കൊണാട്ട് പ്ലേസ്, മറ്റു പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലതിലും ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ നിയമം എന്നിവയുടെ ഒന്നിലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിനിടെ ഡൽഹി ജില്ലയിൽ ഡ്രോൺ അനധികൃതമായി പറത്തിയതുമായി ബന്ധപ്പെട്ടും ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും FIR രജിസ്റ്റർ ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്നും ബാധകമായ ഡ്രോൺ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ പരിശോധിക്കുകയാണെന്നും ഡൽഹി പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അതിനിടെ നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പാർലമെന്ററി ചർച്ചയ്ക്ക് സർക്കാർ സമ്മതിച്ചതിനാൽ പ്രതിഷേധം ഉടൻ അവസാനിപ്പിക്കുമെന്ന വാക്ക് മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിപ്പറഞ്ഞ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാൻ പോയ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ആവശ്യം അംഗീകരിച്ചതിന് ശേഷം പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധി ഉടൻ തന്നെ സർക്കാരിന് മുന്നിൽ മറ്റൊരാവശ്യം ഉന്നയിച്ചതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് തന്റെ നിലപാടിൽ നിന്ന് ഇത്ര പെട്ടെന്ന് പിന്മാറുന്നത് ദൗർഭാഗ്യകരവും ജനാധിപത്യ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.